ചേച്ചി, കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഇപ്പോൾ കലിപ്പിലാണല്ലോ, ഖാർഗെ. അദ്ദേഹം പാർലമെന്റിനുള്ളിൽ തെറിവിളിയും തന്തയ്ക്ക് വിളിയിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുക? കാരണം കുറച്ച് നാളുകളായി തന്നെ അദ്ദേഹം വെല്ലുവിളിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി തുടർച്ചയായി തന്നെ അധികാരം നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കും അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമനിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രായാധിക്യം കൊണ്ട് പിന്നെ എന്തൊക്കെയോ സ്ഥാനമാനങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന് പറയുന്നത് അവർക്ക് രാജ്യത്തെ നയിക്കണമെന്നോ വികസനത്തിൽ എത്തിക്കണമെന്നോ ആഗ്രഹമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങളാണ് അവർക്ക് എപ്പോഴും പ്രാധാന്യം. ഒരു സ്ഥാനത്തിരിക്കണം, അതിലൂടെ കുറെ അഴിമതി നടത്തണം, കുറെ പണം കൈയിട്ട് വാരണം, കുറെ പദ്ധതികൾ എന്നും പറഞ്ഞിട്ട് കുറെ അഴിമതി നടത്തണം. ഇതിനപ്പുറം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യ വളർത്തണം, ഇന്ത്യ നന്നാക്കണം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു നിലപാടുമില്ലാത്തവരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പോ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനെ നയിക്കാൻ കഴിവില്ല. സോണിയാഗാന്ധിക്ക് പ്രായമായി. അപ്പോൾ ഇനി പ്രധാനമന്ത്രി പദത്തിലേക്കൊക്കെ മകൻ വരും എന്നും പറഞ്ഞ് അവർ കുറെ നാളുകൊണ്ട് കാത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി, 55-60 വയസ്സായാലും രാഹുൽ ഗാന്ധി യുവ നായകനാണ്, ഭാവി പ്രധാനമന്ത്രിയുടെ വരില്ല എന്നെല്ലാം ഇപ്പൊ കോൺഗ്രസ് തന്നെ തിരിച്ചറിഞ്ഞു, വരില്ല എന്നുള്ളത്. അപ്പോഴാണ് മല്ലികാർജ്ജുൻ ഖാർഗെ വെറുതെ അവിടെ കിടന്നുറങ്ങുന്നു, പണിയൊന്നുമില്ല, പണമൊക്കെ വാങ്ങിക്കുന്നുണ്ട്, എന്നാ പിന്നെ ഇയാളെ പിടിച്ച് എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കിയത്. അധ്യക്ഷനാക്കി കഴിഞ്ഞപ്പോൾ ഒരു പുല്ലുവില പോലും കോൺഗ്രസ്സുകാര്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയുടെ അടുത്തിരുന്നപ്പോൾ തന്നെ വന്ന് എണീപ്പിച്ചിട്ട് വിട്ടിട്ട് രാഹുൽ ഗാന്ധി കയറിയിരിക്കുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു. അതെ, ഭയങ്കര ദളിത് സ്നേഹമൊക്കെ പറഞ്ഞ ദളിതരെ ഇപ്പൊ അങ്ങ് ഭയങ്കര സംഭവമാക്കി കളയും. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ ഒരു പരാമർശത്തിനെതിരെയൊക്കെ കോൺഗ്രസ് ഘോരമായി സുരേഷ് ഗോപി എടുത്തിട്ട് അലക്കുന്നുണ്ട്. ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഇത് പറയാനുള്ള എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു സൈഡിൽ നിൽക്കണം. മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ പഴയ പ്രധാനമന്ത്രിയായിരുന്ന ചന്ദ്രശേഖറിന്റെ മകൻ നീരജ് ശേഖർ അദ്ദേഹം ഈ പ്രസംഗത്തെ, അതായത് ഡോളറിന്റെ മൂല്യത്തിന്റെ, രൂപയുടെ മൂല്യത്തെ കുറിച്ച് അദ്ദേഹം ഘോര പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹം അത് തടസ്സപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നു, നിന്റെ അച്ഛനുമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, നിന്റെ അച്ഛന്റെ സമകാലീന ആ സമയത്ത് പ്രവർത്തിച്ച ആളാണ് ഞാൻ, അതുകൊണ്ട് എന്നോട് കൂടുതൽ സംസാരിക്കാൻ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിച്ചു പോയി, നിന്റെ തന്തയോട് പറയടാ എന്നുള്ള പരാമർശമാണ് നടത്തിയത്. അത് ഇപ്പോ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ എടുത്തിട്ട് അളക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇപ്പോൾ കോൺഗ്രസിലുള്ള എല്ലാവരും വല്ലാത്തൊരു അസഹിഷ്ണുത മനോഭാവത്തോടെ പോകുന്നവരാണ്. കാരണം 2014 മുതൽ ഇന്ത്യ ഭരിക്കുന്നത് BJP സർക്കാരാണ്. ഇവർ വിചാരിച്ചിട്ട് പോലുമില്ല 3 തവണയൊക്കെ BJP സർക്കാർ കേന്ദ്രം ഭരിക്കുമെന്നുള്ളത്. കോൺഗ്രസ് അധികാരത്തിന് വേണ്ടിയുള്ള ഒരു പാർട്ടിയാണല്ലോ. അധികാരം ലഭിക്കുന്നു, അതിന് ചുറ്റും ആൾക്കാർ കൂടുന്നു. പക്ഷെ ഇപ്പോൾ തുടർച്ചയായി തന്നെ ഈ അധികാരം നഷ്ടമായതുകൊണ്ട് പലർക്കും ആ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. അതുപോയിട്ട് ഒരു കുടുംബ വാഴ്ചയും കൂടെയുണ്ട്. ഇപ്പൊ ചേട്ടൻ മലപ്പുറത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചു എന്ന് പറഞ്ഞ് ചേട്ടൻ വേറൊരു സ്ഥലത്തേക്ക് മാറിയപ്പോൾ അനിയത്തി ആ സ്ഥലം ഏറ്റെടുത്തു. ഇവിടെ വേറെ ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ്, കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ആളുകൾ ഇല്ലാത്തതുകൊണ്ട്, സ്ഥാനാർത്ഥി നിൽക്കാൻ ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് അനിയത്തിയെ, മലയാളം പോലും അറിയാത്ത അനിയത്തിയെ വിളിച്ചുകൊണ്ടുവന്ന്, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വന്ന് മലപ്പുറത്ത് മത്സരിച്ചു. അപ്പൊ കേരളത്തിൽ ആളില്ലേ? കോൺഗ്രസിന് വയനാട് മത്സരിച്ചത്, കേരളത്തിൽ കോൺഗ്രസിന് ആളില്ലേ എന്നുള്ളൊരു ചോദ്യം. ഇവർ ഈ കുടുംബ വാഴ്ചയിൽ കിടന്ന് കറങ്ങുന്നവരാണ്. അതായത് അപ്പൂപ്പൻ പോയാൽ അടുത്ത അമ്മൂമ്മ പോയാൽ അച്ഛൻ പോയാൽ അമ്മ പോയാൽ സഹോദരി പോയാൽ സഹോദരി. ഇനി രാഹുൽ ഗാന്ധിയെ കൊണ്ട് വലിയ പ്രയോജനം കോൺഗ്രസ് നേതാക്കൾ അതിനെക്കുറിച്ച് തുറന്നു പറയാത്ത? നിങ്ങൾ കാരണമാണ് പരാജയപ്പെടുന്നത് എന്ന് തുറന്നു പറയാൻ ആർക്കും ധൈര്യമില്ലല്ലോ. അല്ല, അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പത്മജ തുറന്നു പറച്ചിൽ നടത്തിയാണ് BJPയിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ തുറന്നു പറച്ചിലുകൾ നടത്തി കഴിഞ്ഞാൽ പലപ്പോഴും അത് പാർട്ടിക്ക് പുറത്തു പോകേണ്ട അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നത്. പലർക്കും ഇത് തുറന്നു പറയണമെന്നുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് വിചാരിച്ചാൽ ഇനി കോൺഗ്രസ് രക്ഷപ്പെടില്ല. അതിന് യുവതലമുറകൾ അല്ലെങ്കിൽ യുവത്വങ്ങൾ വരട്ടെ, അവർ വന്ന് പ്രവർത്തിച്ച് കാണിക്കട്ടെ ജനങ്ങൾക്കിടയിൽ. ഇപ്പോ BJP 2014 ശേഷം കേന്ദ്രം ഭരിച്ചു തുടങ്ങിയിട്ട് എത്ര BJPയിലെ കുടുംബത്തിലുള്ളവർ ഈ പാർട്ടിയിലകത്ത് കയറിയിട്ടുണ്ട്, എത്ര കുടുംബ വാഴ്ചയുണ്ട് എന്നുള്ളതാണ്. BJP തെറ്റായ രീതിയിലേക്ക് സഞ്ചരിച്ചാൽ നിയന്ത്രിക്കാൻ RSS എന്ന് പറയുന്ന ഒരു ഘടകം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ BJP ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഒന്ന് പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ അവിടെ RSS നിശബ്ദമായ ഒരു പ്രവർത്തനം നടത്തുമെന്നുള്ളത് നമ്മൾ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ കണ്ടതാണ്. RSS കുടുംബ സംഗമങ്ങൾ വിളിച്ചു കൊടുത്ത് RSS കൃത്യമായി ചിട്ടയോടുകൂടി അവരുടെ പ്രവർത്തനത്തെ കൃത്യമായി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. കോൺഗ്രസ് BJPയെ തോൽപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് മാത്രം പ്രവർത്തിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചത്, ജനങ്ങൾക്ക് വികസനം ഉണ്ടാക്കി അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട്
ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ജാതി സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു ശ്രമം നടക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഭാഗത്ത് ചെയ്യുന്നത്. അതാണ് ഇവരുടെ ഈ മതത്തിൽ പിടിച്ചുകൊണ്ട് വോട്ട് നേടുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോ BJPയെ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങളെ തങ്ങളിലോട്ട് അടുപ്പിക്കാനാണ് PC ജോർജിനെ, ഷോൺ ജോർജിനെയും ഒക്കെ പോലെയുള്ളവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. പത്മജ വേണുഗോപാലിനെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇവർ ഇപ്പോൾ ശ്രീലേഖ IPS പോലുള്ള ഉന്നത ആളുകളെ വരെ BJPയിലേക്ക് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? അവർക്കൊരു ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യബോധത്തിലുള്ള ആളുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ അതല്ല. ഇവിടെ ഭാവി പ്രധാനമന്ത്രി ആകാനായി രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു കുറെ നാടകങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറെ എന്താ പറയുക ബുദ്ധിശൂന്യമായ കാര്യങ്ങളുണ്ട്. അത് പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും BJP പരാജയപ്പെടുന്ന കോൺഗ്രസ് പരാജയപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോ എനിക്ക് തോന്നുന്നു 27 വർഷമായി BJP ഡൽഹിയിൽ അധികാരമേറ്റിട്ട് BJPക്ക് കയ്യെത്താ ദൂരമാണ് എപ്പോഴും ഡൽഹി. പക്ഷേ ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വരുന്നത് 34 വോട്ട് മുതൽ 49 42 എന്ന് എനിക്ക് സീറ്റ് വരെ BJP നേടുമെന്നുള്ളതാണ്. അപ്പോ BJPയുടെ വളർച്ച എങ്ങനെയാണ് BJP വളരുന്നത്? നിങ്ങൾ വിമർശിക്കൂ. ഇപ്പോ എനിക്ക് ശ്രീജിത്തിനെ വിമർശിക്കാം, ശ്രീജിത്ത് ചെയ്യുന്നത് ശരിയല്ല, അതാണ്. പക്ഷെ ശ്രീജിത്തിന്റെ 10 വാർത്ത ഓടുന്നുണ്ടോ എങ്കിൽ ഞാൻ ശ്രീജിത്തിനെ പഠിക്കണം. ശ്രീജിത്ത് എങ്ങനെയാണ് ആ വാർത്ത ചെയ്യുന്നത്, എന്താണ് ശ്രീജിത്തിന്റെ രീതി? BJP വിജയിച്ചാലും വോട്ടിംഗ് അവിടെയാണ് പ്രശ്നം. കോൺഗ്രസ് ജയിച്ചാൽ പറയും ജനാധിപത്യത്തിന്റെ വിജയം, BJP ജയിച്ചാൽ EVM വിഷയത്തിൽ കള്ളത്തരം കാണിച്ചുള്ള വിജയം. അതെ, അത് കഴിച്ചാൽ കംപ്ലൈന്റ് വരും. അതാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഏതോ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ്, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ വരുന്നില്ല, അദ്ദേഹം തന്നെ പറഞ്ഞു, നിങ്ങൾ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നത് ആദ്യം നിർത്തൂ, എന്നിട്ട് കൃത്യമായി പ്രവർത്തിച്ചതിന് ശേഷം നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, കോൺഗ്രസിലൊരു നേതാവ് പറഞ്ഞതാ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നിങ്ങൾ ആദ്യം പ്രവർത്തിക്കാൻ പഠിക്കൂ, അവരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അല്ലാതെ EVM-നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പൊട്ടത്തരങ്ങൾ വിളിച്ച് വിളമ്പാതിരിക്കൂ എന്ന് ഒരു കോൺഗ്രസ് നേതാവാണ് പറഞ്ഞത്. അപ്പോ കോൺഗ്രസിലുള്ള പലർക്കും മനസ്സിലായി തുടങ്ങി. ഇപ്പൊ കേരളത്തിൽ തന്നെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും സുധാകരനും മുഖ്യമന്ത്രി കുപ്പായം തച്ചു വെച്ച് കളിക്കുകയാണ്. അടുത്ത തവണയും BJP ഒന്ന് ആഞ്ഞു പിടിച്ചാൽ CPM തന്നെ വീണ്ടും ഭരണത്തിൽ വരും. കാരണം BJPക്ക് വളരണമെങ്കിൽ ഇവിടെ CPM ഭരണത്തിൽ വന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും BJP കൃത്യമായ ഒരു രേഖകളൊക്കെ ആസൂത്രണം ചെയ്തു പോയാൽ അടുത്ത 3-ാം തവണയും CPM തന്നെ ഭരണത്തിൽ വരും. കോൺഗ്രസ് മുക്ത ഭാരതത്തിനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് എങ്ങനെ കയറി വരാമെന്ന് ചിന്തിക്കാതെ ഇതുപോലെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് ജോഡോ യാത്രയും നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടിത്തിരിഞ്ഞും യോഗിയും മോദിയും അമിത്ഷായും കുറ്റം പറഞ്ഞു നടന്നാൽ BJPക്ക് വളരാൻ കഴിയില്ല. പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിലും ഇറങ്ങിച്ചെന്നുകൊണ്ട് കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ട് പോകും. രാഹുൽ ഗാന്ധിക്ക് വിദേശയാത്ര നടത്തണം. അത് നമ്മുടെ മൻമോഹൻ സിംഗ് മരിച്ചു കിടന്നപ്പോൾ അദ്ദേഹം വിയറ്റ്നാമിൽ ആഘോഷത്തിന് പോയല്ലോ, ന്യൂ ഇയർ ആഘോഷത്തിനാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പ്രശ്നമില്ല. മൻമോഹൻ പോയാലും ആര് പോയാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാത്രയും എന്താ പറയുക ഒരു ലോകം അത് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ അദ്ദേഹം പ്രധാനമന്ത്രി ആകുമായിരിക്കാം.